ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോളിലോട്ടാണ്. നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് നെയിം സ്ലിപ്പിൻ്റെ ഭാഗത്തോട്ടാണ്. എനിക്കും എൻ്റെ മേമാൻ്റെ കുട്ടിക്കും നെയിം സ്ലിപ്പ് എടുക്കണം. അപ്പോൾ ഞാൻ ഇമോജീസ് ഒന്നും ഇല്ലാത്തൊരു നെയിം സ്ലിപ്പും അവൻക്ക് ഇമോജീസ് ഉള്ളതുമാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് അധികം ബുക്കുള്ളത് കാരണം ഞാൻ കുറച്ചധികം നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അവൻക്ക് കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. അത് കാരണം അവൻ കുറച്ച് നെയിം സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അവൻ്റെ ഉമ്മയാണ് അവൻക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എനിക്കുള്ളതും സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവന് സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവന് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒക്കെ സ്റ്റിക്കറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെ നമ്മൾ തിരഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എടുത്തത് ഈ ഒരു നെയിം സ്ലിപ്പാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സ്റ്റേപ്ലറിൻ്റെ പിന്നാണ് എടുത്തിട്ടുള്ളത്. സ്റ്റേപ്ലർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുള്ളത് എനിക്ക് സ്കെച്ച് മേടിക്കണമായിരുന്നു. കാരണം സ്കൂൾക്ക് അസൈൻമെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെച്ച് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഡോംസിൻ്റെ ആട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. ഈ ഒരു സ്കെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ള ഡോംസിൻ്റെ സ്കെച്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവൻക്ക് ഒരു ഗ്ലിറ്റർ പെന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് ഹൈലൈറ്റർ പേന അതിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ എനിക്ക് 3 പേനയും അതുപോലെ തന്നെ ഹൈലൈറ്റർ ആർട്ട് ലൈനിൻ്റെ ആണ് എടുത്തുള്ളത്. എൻ്റെ അടുത്ത് മഞ്ഞയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അത് കാരണം ഇപ്രാവശ്യം ഞാൻ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത് ഹൈലൈറ്റർ. അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊതിപ്പ് തരയണം. അപ്പോൾ അത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പൊതിപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഓഫറും ഒക്കെ ഉണ്ട് ബാക്ക് ടു സ്കൂളിൻ്റെ സമയമായത് കാരണം. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടത് ഈ ഒരു ഓറഞ്ച് കളറാണ് എനിക്കിഷ്ടം. അത് കാരണം ഞാനും അവൻക്കും ഇതിനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് 2 അവൻക്കും 1 ആയിട്ട് നമ്മൾ ടോട്ടൽ ഒരു 3 എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് 2 പേർക്കും പൊതിയാൻ ബുക്ക് അത്യാവശ്യം ബുക്കുള്ളത് കാരണം വലുത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബുക്ക് വലുതല്ലേ, അത് കാരണം നമ്മൾ വലിയ 2-3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുള്ളത് അവൻക്ക് കുട മേടിക്കാനായിരുന്നു. കാരണം അവൻ്റെ കുട കേടുവന്ന് എനിക്ക് കുടയുണ്ട്, അവൻക്ക് കുടയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കുട ഫിക്സ് ആക്കിയതായിരുന്നു. പക്ഷെ അത് കമ്പനി കുട അല്ല. അത് കാരണം നമ്മൾ ആ കുട സെലക്ട് ചെയ്തില്ല. പിന്നെ അവിടെ കുറേ നോക്കി, പക്ഷേ പോപ്പിൻ്റെയോ ജോൺസിൻ്റെയോ അങ്ങനെ ഒരു കുടയും നമുക്ക് കണ്ടില്ല. അത് കാരണം നമ്മൾ അവിടുന്ന് കുടയെ എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറേ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് പറ്റുന്ന വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ട്, നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. അവൻക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ വലിയ കുപ്പിയൊന്നും അവൻക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവൻക്ക് ചെറുതൊക്കെ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ ചെറുത് നോക്കി അവസാനം ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള കുപ്പി എന്ന് പറയുന്നത്. അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ പോയി. ദെൻ നമ്മൾ മോയ്സ്ചറൈസർ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാസ്ലിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് ഡെയിലി ബ്രൈറ്റനിങ് ക്രീമാണ് എടുത്തിട്ടുള്ളത് വാസ്ലിൻ്റെ. പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് വീട്ടിലെത്തി. നമ്മൾ അൺബോക്സ് ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് 3 പൊതിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതും ഓറഞ്ച് കളറിലാണ് എടുത്തിട്ടുള്ളത്. അവൻക്കൊന്നും എനിക്ക് 2. പിന്നെ നെയിം സ്ലിപ്പ് എനിക്കിതാ ഈ ഒരു ഇമോജി ഒന്നും ഇല്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവൻക്ക് ഇമോജി ഉള്ളതും പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്തിട്ടുണ്ട്. അവൻക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. അതൊക്കെ എടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കുട. അവൻക്ക് കുട അവിടെ നിന്ന് കിട്ടിയില്ല. അത് കാരണം എനിക്ക് ഫാൻസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു കടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പോപ്പിൻ്റെ കുട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുട അവൻക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളത് എടുത്തു. അതിന് ശേഷം ഡോംസിൻ്റെ സ്കെച്ച് എനിക്കെടുത്തു. അവൻക്ക് ഗ്ലിറ്റർ പേൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻക്ക് ഗ്ലിറ്റർ പേൻ എപ്പോഴും വേണമെന്ന് പറഞ്ഞ കാരണം അവൻക്ക് ഗ്ലിറ്റർ പേൻ എടുത്തിട്ടുണ്ട്. 10 ഉണ്ട് അതിൽ.
പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് യോഗട്ടും കേടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറിയുടെയും ബ്ലൂബെറിയുടെയും യോഗട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ അവനക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാട്ടർ ബോട്ടിലാണ്, ഇൻഡസ് വാട്ടർ ബോട്ടിലാണ്. അവനക്ക് ക്യാരി ചെയ്ത് സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു വലിപ്പത്തിലുള്ളത്. പിന്നെ ഇതാണ് അവനക്ക് എടുത്തിട്ടുള്ള പൗച്ച് എന്ന് പറയുന്നത്. ഒരു ബോക്സിൻ്റെ ഒരു ടൈപ്പുള്ള ഒരു പൗച്ചാണ്. എനിക്ക് ഇതുപോലത്തെ പൗച്ചാണുള്ളത്. ഇതേ ഒരു നെറ്റിൻ്റെ ഒരു സ്പേസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോക്സാണ്. ദെൻ എനിക്ക് ഒരു 3 പിൻ പോയിൻ്റ് പേനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് വേറെ പേനയുണ്ട്. പിന്നെ അവനക്ക് പേന വേണമെന്ന് പറഞ്ഞിട്ട് 2 പേന അവനക്കും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്റ്റേപ്ലറിൻ്റെ പിന്ന്, അതുപോലെ അവനക്ക് പശ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പശയുണ്ട്. അപ്പോൾ അവനക്ക് പശ അവനക്ക് റബ്ബർ എടുത്തിട്ടുണ്ട്. ഒരു 3 എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ റബ്ബർ കളയും, അത് കാരണം അത് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആർട്ട് ലൈനിൻ്റെ ഒരു ഓറഞ്ച് ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് തീർന്നു, അത് കാരണമാണ് കേട്ടോ ഞാൻ പുതിയത് എടുത്തിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ക്രാഫ്റ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കാം, അവനക്കും കൊടുക്കാം, അവൻ്റെ ബുക്കൊക്കെ കീറിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ ഫാൻസി ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ക്രഞ്ചീസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിലോട്ട് പോകുമ്പോൾ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് അവൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടൊരു ബേബി ക്രീമാണ്, ഹിമാലയൻ്റെ പ്രൊഡക്റ്റാണ്. ദെൻ ഒരു ബേബി സോപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്രാബും ഒരു കുഞ്ഞി ക്രാബുമാണ്. വലിയ ക്രാബ് എനിക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ട് പോകാനും, ചെറിയ ക്രാബ് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ഇടാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് 2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ടിപ്പ് ടോപ്പാണ് കേട്ടോ. അതായത് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ മഫ്ത ഇടുമ്പോൾ മുടി സെക്യൂറായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് 2 ടിപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മൈലാഞ്ചി ട്യൂബാണ്. എനിക്ക് ഇടയ്ക്കൊക്കെ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു മൈലാഞ്ചി ട്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വാസ്ലിൻ്റെ ഡെയിലി ബ്രൈറ്റനിങ് ക്രീമും അതുപോലെ പോൺസിൻ്റെ ഒരു സൺസ്ക്രീനും. പിന്നെ അതൊക്കെ മാറ്റി ലാസ്റ്റ് നമുക്ക് ഒരു ടിഫിൻ ബോക്സാണ്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറും, അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഫോർക്കും സ്പൂണും, അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു പാത്രം അതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയവർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇത് കുഞ്ഞതല്ലേ. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്.